നമുക്ക് ഇന്ന് ഹൈക്കിംഗ് ട്രിപ്പാണ്. ഒരു 11 കിലോമീറ്റർ നടക്കാനുണ്ട് വൺ ഡയറക്ഷൻ. തിരിച്ച് ആകുമ്പോൾ ഒരു 22 കിലോമീറ്റർ നടക്കണം മൊത്തത്തിൽ. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലാണ് ഇപ്പം ഞാൻ. ഇതാണ് യൂണിവേഴ്സിറ്റി ഗ്രൗണ്ട്. ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ, ഇനിയുണ്ട്, ഒരുപാട് നടക്കാനുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടോ, രക്ഷയില്ല. ഇതേണ്ടോ ചില ആൾക്കാർ താമസിക്കുന്ന ഇതുപോലത്തെ അറിവുകളില. കരടി മാനൊക്കെ ഉണ്ടാവാറുണ്ട്. നമുക്ക് നോക്കാം. ചേടാ നോക്കിയേ, ആ കിളി കണ്ട, ചെറിയ കിളി. അത് ഈ നമ്മുടെ ഒരു കൈപ്പത്തിയുടെ ചെറുത് ഇതിൻ്റെ ഉള്ളിലിരിക്കും. അത്രയും ചെറിയൊരു കിളി. സൂമിൻ ചെയ്തിട്ട് ഒരുപാട് കിട്ടുന്നില്ല അതിനെ. ഒളിച്ചും പാത്തും പതുങ്ങിയിരിക്കും. അതേ എവിടെ? അതെ അതെ എന്തൊരു ഭംഗിയാ നോക്കിയേ. ഒരു ജാപ്പനീസ് സ്റ്റൈൽ പൂക്കളാണത്. ഇതിൻ്റെ തന്നെ പിങ്കും ഉണ്ട് കേട്ടോ. ഈ വെള്ള മാത്രമല്ല, പിങ്കും ഞാൻ കാണാറുണ്ട്. ഇതാ പറഞ്ഞ ഞാൻ കുറച്ച് പിങ്കിഷ് ടൈപ്പാന്ന് പറയുന്നത്. ആ വെയിൽ അതിലേക്ക് ഡയറക്റ്റ് അടിക്കുന്ന കാരണമാണ് പിങ്ക് ഡയറക്റ്റായിട്ട് കാണാത്ത പ്രോപ്പറായിട്ട്. ഉണ്ടാവും പിങ്കിഷ് ഉണ്ടോ, നല്ല ഭംഗിയാണ്. വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് അത്യാവശ്യം വലിയ മരം കേട്ടോ, അത്യാവശ്യം വലിയ മരമാണ്. പക്ഷേ അതിൻ്റെ തണ്ടും മറ്റു സംഭവങ്ങളൊക്കെ ചെറുതാ, ഈക്കിരിയ. ഞാനിതിപ്പോൾ ഒരു വീട്ടിൻ്റെ മുമ്പിൽ ഷെഡിൽ മറ്റേ കുതിരകൾ കുറേ നിൽക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ കേട്ടോ. അവിടെ അകലെ കുതിരകൾ നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് കാണണ്ടോന്നറിയില്ല. ഇത് ആ 2 കൂടെ നോക്കിയിരിക്കുക അവിടത്ത്. കുതിരക്കുട്ടി അപ്പുറത്തുണ്ട്. പൂക്കളുണ്ട. ഒരു രക്ഷയില്ലാത്തൊരു ഫീൽഡും ഒരു പഴയ വീടും. ഓഫ് റോഡ് എടുക്കാം. ഓഫ് റോഡ് ഇപ്പം ആരെങ്കിലും പറമ്പാണെന്ന് അറിയില്ല. എന്തായാലും ഒരു വഴി കൂടെ ജസ്റ്റ് നടക്കാം. ഇവിടെ അപ്പൂപ്പന്താടി പോലത്തെ ചെറിയ ചെറിയ സാധനങ്ങള്. അത് ഈ ടൈപ്പ് പൂക്കളൊക്കെ കാണാനുണ്ടോന്ന് അറിയില്ല. ഒരു പഴയ ബ്രിഡ്ജാ. ഇതിൻ്റെ അടിയിലൊരു പുഴയുണ്ട്. കൃത്യം ഒരു 2 കാറിന് പോകാനുള്ളൊരു വീതി. നോക്കി സ്ഥലം നോക്കി. കുറച്ചുകൂടിയും ശരിക്കും ഒരു കാട് ഏരിയ പോലത്തെ ഉള്ള സ്ഥലത്ത് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. പക്ക വുഡ്സ് എന്ന് പറയുന്ന മാതിരി അങ്ങനെയാണ്. അപ്പം ആ മലയുടെ മുകളിലേക്ക് നോക്കണ സമയത്ത് ഇവിടെ കുറേ ഭാഗത്ത് ഇടിഞ്ഞുണ്ട് മറ്റേ മണ്ണ്. അപ്പോൾ അവിടെയൊക്കെ പണി നടക്കണുള്ളൂ ആ മലയുടെ മുകളിലേക്ക് കയറാൻ. അപ്പം മുഴുവൻ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ വേറൊരു വഴിയുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒട്ടത്തിരി കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ്. പ്രോപ്പർ വഴിയൊന്നുമില്ല. ഇതുപോലത്തെ ചെറിയൊരു വഴി പോകുന്നുണ്ട്. അറിയില്ല, കുനിഞ്ഞ് കിടന്ന് നിരങ്ങിയൊക്കെ പോകേണ്ടി വരും. പോയി നോക്കട്ടെ. ഇതിങ്ങനൊരു വഴി കാണുന്നുണ്ട്. മുമ്പ് ആൾക്കാരെപ്പോഴും നടന്നതിൻ്റെ കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ്. ചിലവർ മീൻ പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് വരുന്ന ഏരിയയാന്ന് തോന്നുന്നു. ഇപ്പോൾ സ്പ്രിങ് ടൈമാണ്. ഇപ്പോൾ ചെടികളിലൊക്കെ പൂ ഇടുന്ന നല്ല സമയമാണ് ആക്ച്വലി. ഇപ്പോൾ ഇവിടെ ഉച്ച സമയമാണ്. ഇപ്പോൾ ഒരു 12:20 ആവണു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇനി അങ്ങോട്ട് പോകണമെന്നുണ്ട്. എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒരുപാട് റിസ്ക് എടുക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് തിരിച്ചെത്താണ്ട് ഒരു 12 കിലോമീറ്റർ നടക്കാനുണ്ട് തിരിച്ച്. അങ്ങനെ നമ്മുടെ പാടത്തൊക്കെ ഇരിക്കുന്ന മാതിരി ഒരു ഫീലുണ്ട്.
നല്ല തണുപ്പുണ്ട്. ആഹാ, ഒന്ന് കുളിച്ചാൽ കൊള്ളാന്നുണ്ട്, പക്ഷെ തോർത്തില്ല. ശരിക്കും പറഞ്ഞ ഒരൊറ്റ ചാട്ടം ചാടാനുള്ളതേ ഉള്ളൂ. ആക്ച്വലി എടുത്ത് ചാടണമെന്നുണ്ട്. മുട്ട് വരെ നനച്ചു, മുഖമൊക്കെ ഒന്ന് കഴുകി. ഇനിയിപ്പോ അത് കുറച്ചുകൂടി അങ്ങോട്ട് ഒത്തിരി ഒഴുക്കുള്ള സ്ഥലത്തേക്ക് പോകേണ്ടി വരും ഒന്ന് മുങ്ങണം എന്നുണ്ടെങ്കിൽ. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് റിസ്ക് എടുക്കണില്ല, എന്തായാലും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. കുറച്ച് പേരുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ചാടിയാനെ. ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് ഇതിപ്പോ ഇങ്ങനെ. അപ്പം എത്രേ ഉള്ളൂ ഫൈനലി. ഫുള്ള് ഹൈറ്റ് വരെ പോകാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്നുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും കാടിൻ്റെ ഒക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകണമെന്നുണ്ട്, ഒരു മനുഷ്യനും ഇല്ലാണ്ട്. എന്തായാലും സാധിച്ചു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കണ്ടന്റ് ഇടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനൊക്കെ ഞെക്കി എനേബിളൊക്കെ ചെയ്ത് വെക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ പിന്നെ ഒരു വീഡിയോയിൽ വെച്ച് കാണാം. താങ്ക് യു, ബൈ.